ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഇന്നിപ്പം പോകുന്നത് എവിടെ നിന്ന് അറിയാമോ? ഞങ്ങൾ തിരുവനന്തപുരം ടു രാമേശ്വരം, അവിടുന്ന് ധനുഷ്കോടി, അങ്ങനെ ഒരു ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളിപ്പോൾ തിരുനെൽവേലിക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് കണ്ട ഒരു നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ അവിടെ ഒരു മുമ്പ് നിന്ന് അവരോട് സംസാരിച്ചായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് பேர் என்ன பேருன்னு கேளோ സ്ഥലം இந்த ஊருக்கு பேர் என்ன? நொச்சிக்குளம். 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 ஆமா. உங்களோட பேரு? என் பேர் மாரியம்மா. മാരിയമ്മ. ഇത് വയലുതാ, ഇത് നോക്കാതെ. ഇത് വയൽ, എങ്ക വയൽ. എങ്ക വയലുതാ. ഇതെല്ലാം ഇതെല്ലാം നൊച്ചിക്കുളത്താണ്. നല്ലൊരു നെൽപ്പാടം കേട്ടോ. നെൽപ്പാടം ചെളിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ കുറച്ച് ഇങ്ങോട്ടൊന്നും കണ്ടാണ്. നല്ല അടിപൊളി നെൽപ്പാടം കേട്ടോ. അങ്ങോട്ടേക്ക് അത് കാണിച്ചു തരാം കേട്ടോ. അയ്യാ, ഈ സൈഡ് മൊത്തം നെൽപ്പാടും, ആ സൈഡ് അങ്ങ് അപ്പുറത്തോട്ട് ചെറിയ കൊച്ചു ഒരു കുളം പോയി വലിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ്. ഈ പോകുന്ന വഴി കണ്ടപ്പോൾ ഞാൻ ഇൻട്രോ എന്തായാലും ഇവിടെ നിന്ന് പറയാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ 2-3 ദിവസത്തെ ഒരു ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ. ഈ ധനുഷ്കോടി, രാമേശ്വരം, ഇതെല്ലാം കൂടി ഒരു ചെറിയ ട്രിപ്പാണ്. എന്തായാലും പുതിയ വീഡിയോയിലേക്കും പുതിയ യാത്രയിലേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്കേണ്ട ഒരു ആട്ടും കൂട്ടം കണ്ട വിട്ടുപാടുണ്ട്. വലുതും ചെറുതുമായിട്ടൊക്കെ പോകുന്ന കണ്ടപ്പോൾ എടുത്താണ് കണ്ടോ. നല്ല സ്ഥലം. ഇതിനെ മേച്ച് കൊണ്ട് ബാക്കിൽ നിന്ന് ഒരാൾ വരുന്നുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ അവിടെ നിന്നു. ഇപ്പോൾ ഇത് പോകുന്നുണ്ടോ. ഇതിനെ ഇങ്ങനെ അഴിച്ചങ്ങ് വിട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ സംഭവം. അതിങ്ങനെ പോയി അവിടെ ചെന്ന് തീറ്റയൊക്കെ എടുത്ത് മേഞ്ഞിട്ടൊക്കെ തിരിച്ചു വരും. ഞാൻ കണ്ടപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് പോയാട്ടോ. കണ്ട വണ്ടിയൊന്നും പോയിട്ട് നേരത്തിൽ മാറുന്നൊന്നും പോലുമില്ല. ഞങ്ങളിതാണ്ട് ഇവിടെ ഒരു വള്ളിയൂർ ബൈപ്പാസാണ് കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നത് വള്ളിയൂർ ബൈപ്പാസ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കാപ്പ് കുടിക്കാൻ വേണ്ടി നിർത്തുക. ഞങ്ങൾ വന്ന വണ്ടി ഇതാണ് ഞാൻ കാണിച്ചത്. നടക്കണം. ഇതാണ് ഞങ്ങൾ ആ സുഹൃത്തിൻ്റെ വണ്ടിയായിട്ട്. ഞങ്ങൾ ഇതാണ് സുനിൽബായ് ഇത് അവിടെ നിൽക്കുന്നുണ്ട്. സുനിൽബായ് നിൽക്കുന്നുണ്ട്. പേര് മറന്നു. രതീഷ്. നേരത്തെ പറഞ്ഞ കേട്ടോ, മറന്നു രതീഷ്. ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിലേക്കാണ്, മഞ്ഞിൽ എന്നൊരു ഹോട്ടലുണ്ട്. ഇവിടെ കയറി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇനി അടുത്ത് അങ്ങോട്ട് പോകണം, രാമേശ്വരത്തോട്ട് പോകാനുണ്ട്. ആട്ടിനെ മേയ്ക്കാൻ ആട്, പശു. പേരെന്നാ? ജയന്തി. ജയന്തി. ഊരുതാ? ഇതാ ഊരുതാണ്. ഇതെല്ലാം പ്രൈവറ്റ് പാർട്ടി தான், அதாவது സർക്കാർ ഗവൺമെന്റ് ഇത് കമ്പനിക്ക് പോയിട്ട്. കമ്പനി പോയിട്ട്. ഓ ഓ. കേരളവാ? നമ്മൾ കേരളാവില്. നമ്മള് ധനുഷ്കോടി രാമേശ്വരം പോകുന്നത്. രാമേശ്വരം. ഇനിയിപ്പോ ഇത് ഇവിടെ നിൽക്കുമോ? പശുക്കളെ ആട് ഇവിടെ നിന്നിട്ട് രാത്രി വിളിക്കുമോ? വൈകുന്നേരം വരുമോ? ഇല്ല, 12 മണി വரைக்கும் കഴിയും. 12 മണി വരും. അപ്പുറം വീട്ടിൽ പോയിരും. അപ്പൊ സായങ്കാലം 4 മണിക്ക്. 4 മണിക്ക്. അപ്പൊ വീട് പക്കത്തില്. നമ്മൾ നേരത്തെ അവിടെ കണ്ട ഉപ്പുപാടം തന്നെ അത്. ഉപ്പുപാടം തന്നെ പക്ഷെ അതിന് ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ എവിടെയെന്ന് അറിയാമോ? ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത് തിരുഉത്തരകോശം മങ്കൈ എന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഒരു 3000 വർഷം പഴക്കമുള്ള ഒരു അമ്പലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് അമ്പലം കാണിച്ചു തരാം. ആ അമ്പലത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം അവരിതെല്ലാം കെട്ടിയൊക്കെ ചെല്ലിക്കണം. 3000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു അമ്പലമാണ് തിരുഉത്തരകോശമംഗലം എന്നുള്ള സ്ഥലവും ഈ അമ്പലവും. അത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് അമ്പലം കണ്ടത്. ഈ അമ്പലം വളരെ പഴക്കം എന്ന് പറയുമ്പോൾ 3000-ൽ കൂടുതൽ വർഷമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് തന്നെ. അതുകൊണ്ട് ആ അമ്പലത്തിന് ഇവിടെ അതിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. കണ്ടോ, ഒരു ബസ് പോകുന്നുണ്ട്. സ്കൂൾ ബസ്സാണ്. ആക്ച്വലി ഇനിയിപ്പോൾ ഇവിടുന്ന് രാമനാഥപുരത്തോട്ടൊക്കെ ഇനി കുറച്ച് വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും രാമേശ്വരത്ത് അവിടെ എത്തും. അതാണ്ട ആ കാണുന്ന അവിടെ കണ്ടോ, അത് പുതുക്കി പണിതല്ല, പെയിന്റ് കാഴ്ച എല്ലാം റെഡിയാക്കി നിർത്തിയാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല കളർഫുള്ളായിട്ട് ഇതൊക്കെയാണ്. ഇത് അടുത്ത് പെയിന്റ് കാണിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അടുത്തോട്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം. അതാണ് അതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പഴക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയ്യോ ഇരിക്കുമോ അവിടെ? വേണ്ട, നല്ല പഴക്കമുള്ളതാണ്.
ഇതാണ് അമ്പലത്തിന് അകത്തോട്ട് പോകുന്ന വഴി കേട്ടോ. 2, 3, 4 സൈഡിലായിട്ട് വഴിയുണ്ട്. ഇതാണ് ഇതുകൊണ്ട് ഇതാണ് അകത്തോട്ട് പോകുന്നത്. നിൽക്കുന്നത് എവിടെ അറിയാമോ? ഇപ്പം നിൽക്കുന്നത് രാമേശ്വരത്തോട്ട് പോകുന്ന വഴിക്ക്. രാമനാഥപുരത്തിന് പോകുന്ന കുറച്ച് മുമ്പോട്ടാണ്. നേരത്തെ ഒരു അമ്പലം കാണിച്ചില്ല. അമ്പലത്തിൻ്റെ കുറച്ച് ഫ്രണ്ട് ഇതാണ്. ഇതൊരു ഉപ്പളമാണ് കേട്ടോ. ഇത് ഈ കാണുന്നതെല്ലാം ഉപ്പ് ഇട്ടിരിക്കുന്നതാണ്. കണ്ട ഉപ്പെല്ലാം ഇത് പ്രോസസ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ഈ കാണുന്ന ഈ ലോറി ഉണ്ട്. കണ്ടോ വലിയ ലോറി ഉണ്ടോ കാണിച്ചതാണ്. ഈ ലോറി ഇത് അവിടുന്ന് കണ്ട ഉപ്പ് അവിടുന്ന് ഇടുന്നുണ്ട്. അതിന് ഇത് കൊണ്ടുപോകുന്നത് തൂത്തുക്കുടിക്കകത്ത് അവിടെ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൻ്റെ അടുത്താണ് ഇത് കൊണ്ടുപോകുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. കേട്ടോ ഈ വല്ല മല പോലെയാണ്, കുന്നുപോലെ ഇട്ടിരിക്കുന്ന ഉപ്പാണ് കേട്ടോ. ഇതേപോലെ ആ ഒരു പെട്ടിക്കാട്ട് കൊടുക്കുന്നുണ്ട്. ആ പെട്ടിക്കാട്ട് നേരെ മേളിൽ ജോലിക്ക് മേലോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഉപ്പുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ. അങ്ങോട്ട് ഏക്കർ അടക്കുന്ന സ്ഥലമുണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ടുണ്ട്. എല്ലാം ഈ കാണുന്ന ഈ ഏതാണ്ട് ഈ ടാർപോളനൊക്കെ ആയിട്ട് മൂടി ഇട്ടിരിക്കുന്നതെല്ലാം ഇതെല്ലാം അവിടുന്ന് കയറ്റി ഇതാണ്ട് അവിടെ വെള്ളം കെട്ടി ഓരോരോ അണുപോലെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അണുപോലെ നിർത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം ഇത് ഉപ്പ് ശേഖരിച്ചിട്ട് ബാക്കി അവർ എന്തായാലും ഒരു നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ. ചെറിയ മഴ വരുന്നുണ്ട്. ഞങ്ങൾ കാറും അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഈ കാഴ്ച എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ലൊരു കാഴ്ചയാണ്. ഇനി നാളെ പറ്റുമെങ്കിൽ നാളെ പോകുന്ന വഴിക്ക് തൂത്തുക്കുടി വഴി പോയി അവിടെ പ്ലാൻ ഇടുന്ന ആ പ്ലാൻ ഇവിടെ ഒന്ന് കാണണമെന്നുള്ളൂ. ഒന്ന് നിങ്ങൾക്ക് ആ കാഴ്ച നിങ്ങളെയും കാണിക്കുന്നുണ്ട്. എന്തായാലും നോക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു. രണ്ട് സൈഡിൽ വെള്ള കളറല്ലേ? വൈറ്റ് ആയിരിക്കും. മഴ പെഞ്ചി